നമ്മുടെ മാരുതിയും ടൊയോട്ടയും തമ്മിലുള്ള ടൈപ്പിൽ വരുന്ന വാഹനങ്ങൾ പോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു ടൊയോട്ട ടച്ച് ഈ ഒരു വാഹനത്തിൽ കാണാം. ഏറ്റവും ഹൈ ഡിമാൻഡ് എപ്പോഴും പോണത് മാനുവൽ തന്നെയാണ്. സെയിൽ കൂടുതൽ അത് തന്നെയാണ്. സ്പോർട്ട് കാർട്ട് വലിയ ചോദിക്കാതിരിക്കുന്നത് നല്ലത്. നമസ്കാരം, ഡെസേർട്ട് ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് ദുബായിലെ സുബാരുവിൻ്റെ ഷോറൂമിലാണ്. അൽഖൂരി ഓട്ടോമൊബൈൽസ് എന്നുള്ള സുബാരുവിൻ്റെ ഷോറൂമിലാണ് ഉള്ളത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും പുതിയ 2023 സുബാരു BRC ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു അപ്ഡേറ്റഡ് 2023 BRC എങ്ങനെയുണ്ട് എന്ന് ഒന്ന് ഓടിച്ചു നോക്കി മനസ്സിലാക്കാം. എല്ലാവർക്കും ഡെസേർട്ട് ഡ്രൈവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇതാണ് ദുബായിലെ സുബാരുവിൻ്റെ ഷോറൂം. അൽഖൂരി ഓട്ടോമൊബൈൽസ് ആണ് അതിൻ്റെ പേര്. നമ്മളിവിടെ നേരത്തെ വന്നിട്ടുണ്ട്. ഈ WRXൻ്റെ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് WRX കാണാം, BRC ഉണ്ട്, അവിടെ WRX ഉണ്ട്, പിന്നെ ഫോറസ്റ്റർ എന്നുള്ള മോഡലുണ്ട്, പിന്നെ ക്രോസ് ട്രക്ക് എന്നൊരു മോഡലും കൂടെ ഉണ്ട്. അങ്ങനെ മെയിനായിട്ട് 4 മോഡലാണ് ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു BRCയുടെ വിശേഷങ്ങളാണ് അറിയേണ്ടത്. ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് 2023 സുബാരു BRC എന്ന മോഡൽ. പണ്ടത്തെ ആ ഒരു ഷേപ്പിൽ നിന്നെല്ലാം കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ ഒരു മെച്യൂർഡ് ഫീൽ ഇപ്പോൾ ഈ ഒരു ഡിസൈനിൽ തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. BRCയുടെ ഫ്രണ്ട് ഡിസൈൻ ആ ഒരു ഹെഡ് ലാമ്പ് മാറിയപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് മാത്രമല്ല വേറെ കുറച്ച് വ്യത്യാസങ്ങളെല്ലാം ഫ്രണ്ടിലുണ്ടെങ്കിലും മെയിനായിട്ട് ആ ഒരു ഹെഡ് ലാമ്പിനാണ് വ്യത്യാസം വന്നുള്ളത്. അതൊരു C-ഷേപ്ഡ് ഫുൾ LED ഓട്ടോ ലെവലിംഗ് ഫംഗ്ഷനുള്ള ബൈ ഫംഗ്ഷണൽ ഹെഡ് ലാമ്പാണ്. അടിപൊളി രസമാണ് അത് കാണാൻ. ശരിക്കും നേരിട്ട് കാണണം, എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നല്ല എലഗൻ്റ് ആയിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഹെഡ് ലാമ്പ് വാഷറിൻ്റെ ഓപ്ഷൻ കാണാം. തൊട്ട് താഴെ കാണുന്ന ഒരു എയർ കട്ടനാണ്. അത് ഫംഗ്ഷണൽ എയർ കട്ടനാണ്. അതിൻ്റെ ഡിസൈൻ കാണാൻ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഇങ്ങനെ കാറ്റ് കയറി ഇങ്ങനെ വീലിൻ്റെ മുകളിൽ കൂടെ വന്ന് ഇതിലെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അതായത് ഇതൊരു സ്പോർട്സ് കാർ ആയതുകൊണ്ട് തന്നെ ആ ഒരു എയറോഡൈനാമിസിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസൈനാണ് ആ കണ്ടത്. ഇനി ഫ്രണ്ടിലെ മറ്റു ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുബാരുവിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ലോഗോ കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടെ വലുതാക്കിയാണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന ജനറേഷനിൽ കുറച്ച് ചെറിയ ലോഗോ ആണെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. രണ്ട് സൈഡിലും ബോൾഡായിട്ടുള്ള ബോഡി ലൈൻസ് കാണാം. ബമ്പറിൻ്റെ മധ്യഭാഗത്താണെങ്കിലും വലിയ എയർ ഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയാണെങ്കിലും ഒരു ബ്ലാക്ക് കളർ എലമെൻ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ശരിക്കും ഒരു ഫ്രണ്ട് ഡിസൈൻ ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കാണാൻ, ഒന്നും പറയാനില്ല. ഡാർക്ക് ഗ്രേ മെറ്റാലിക് കളറിലുള്ള ഒരു ഭംഗിയിലുള്ള അലോയ് വീലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഭയങ്കര ഡിസൈൻ എലമെൻ്റ് എന്നൊന്നും പറയാനില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു അലോയ് വീൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഒരു സ്പോർട്സ് കാറിന് ചേരുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ഡിസൈനാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. 215/40 R18 പ്രൊഫൈലിലുള്ള മിഷ്ലിൻ്റെ ടയറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലും റിയറിലും ഡിസ്ക് ബ്രേക്കാണ്. സ്പോർട്സ് കാർ ആകുമ്പോൾ എന്തായാലും ബ്രേക്കിങ്ങിന് ശരിക്കും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ആ ഒരു എയറോഡൈനാമിസിറ്റി കീപ്പ് ചെയ്യാനായിട്ട് സൈഡിൽ നമുക്ക് സിൽ സ്പോയിലർ കൊടുത്തിരിക്കുന്നു. അതായത് അവിടെ നിന്ന് വരുന്ന ആ ഒരു എയറിനെ ഇങ്ങനെ കടത്തി വിടുമ്പോൾ ആ ഒരു എയറോഡൈനാമിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, വണ്ടിക്ക് നല്ല സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, ഹൈ സ്പീഡിലെല്ലാം നല്ല ഹാൻഡ്ലിങ്ങും സ്റ്റെബിലിറ്റിയും കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സിൽ സ്പോയിലർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വലുപ്പത്തിലുള്ള ഫ്രണ്ട് വിൻഷീൽഡ്, നല്ല ഭംഗിയുള്ള ORM കാണാം. ഇതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നുമില്ല, കാരണം ഇൻഡിക്കേറ്റർ നമ്മൾ കണ്ടത് ഈ ഭാഗത്താണ്. അതല്ലാതെ വേറെ ഇൻഡിക്കേറ്റർ, സൈഡ് ഇൻഡിക്കേറ്റർ ഒന്നും കൊടുത്തിട്ടില്ല. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് പ്രീവിയസ് ജനറേഷൻ BRCയുടെ അല്ലെങ്കിൽ ടൊയോട്ട 86ൻ്റെ ആ ഒരു ഡിസൈൻ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഫ്രണ്ടിലും റിയറിലും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലാസ് ഏരിയ കാണാം. ഒരു പുൾ ഔട്ട് ടൈപ്പ് ഡോർ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. റൂഫിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിന കാണാം. റിയറിൽ നോക്കുകയാണെങ്കിലും നല്ല വലിപ്പമുള്ള വിൻഷീൽഡ് കാണാം. അതിലും ഡീഫോഗർ ലൈൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. റിയർ ഡിസൈൻ ആണെങ്കിലും അതിമനോഹരമായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ജനറേഷൻ്റെ യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അടിപൊളിയാണ്. ആ ഒരു ടൈൽ ലാമ്പ് നമ്മൾ WRXയിലും കണ്ടിട്ടുള്ള അതേ ഒരു ടൈൽ ലാമ്പ് തന്നെയാണ്. കണ്ടോ, 2 വണ്ടി അടുത്തുണ്ട്. ഇപ്പോൾ ശരിക്കും മനസ്സിലാവും. ഏകദേശം അതേ ഒരു ഡിസൈൻ തന്നെയാണ് ഇപ്പോൾ എല്ലാ സുബാരുവിൻ്റെ പുതിയ മോഡൽസിലെല്ലാം ആ ഒരു ടൈൽ ലാമ്പ് ഡിസൈൻ തന്നെയാണ് വരുന്നത്. പക്ഷേ അത് കാണാൻ ഭംഗിയായിട്ടുണ്ട്. ഇത് ഫുൾ LED ആയിട്ടുള്ളൊരു ടൈൽ ലാമ്പാണ്. പിന്നെ സുബാരു BRCയും ടൊയോട്ട 86ഉം ഏകദേശം ഒരേ വണ്ടിയാണെന്ന് മിക്കവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ടൊയോട്ട ടച്ച് ഈ ഒരു വാഹനത്തിലും കാണാം. അതായത് ഇവിടെ നമുക്കൊരു എയറോഡൈനാമിക് ബൾജസ് കാണാം. നമ്മൾ ടൊയോട്ടയുടെ വാഹനങ്ങളിലാണ് ഈ ഒരു ബൾജസ് കാണാറ്. അത് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കും. പിന്നെ ഒരു പ്രത്യേക ഷേപ്പിലുള്ള
ഫ്യൂവൽ ലിഡാണ്, അത് കാണാൻ മനോഹരമായിട്ടുണ്ട്. ഈ ഒരു ട്രങ്കിൻ്റെ മുകളിൽ കാണുന്നതാണ് ഡക്ടൈൽ റിയർ സ്പോയിലർ. അതായത് കമ്പനി വിളിക്കുന്നത് ഇതിനെ ഡക്ടൈൽ റിയർ സ്പോയിലർ എന്നാണ്. സാധാരണ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ തന്നെയാണ്. താറാവിൻ്റെ വാല് പോലെ ഇരിക്കണമെന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നത്. അതായത് ഹൈ സ്പീഡിൽ ഡൗൺ ഫോഴ്സ് കൂട്ടാനും സ്റ്റെബിലിറ്റി കൂട്ടാനും ഇത് വളരെയധികം സഹായിക്കുന്നു എന്നാണ് കമ്പനി പറയുന്നത്. ഇവിടെ നമുക്കൊരു ഹൈ മൗണ്ടഡ് സ്ലോപ്പ് ലാമ്പ് കാണാം, റിവേഴ്സ് ക്യാമറ ഉണ്ട്. അതുപോലെ ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൂട്ട് തുറക്കാം. ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ വൻ കോമഡിയാണ്. ആകെ ഒരു സ്പെയർ വീല് മാത്രമേ ഉള്ളൂ, അതല്ലാതെ വേറൊരു സാധനം അതിനകത്ത് വയ്ക്കാൻ പറ്റില്ല. രണ്ട് സൈഡിലും ചിലപ്പോൾ ചെറിയ വല്ല കവറുകളും വയ്ക്കാതല്ലാതെ വേറൊരു കാര്യമല്ല ഈ ഒരു ബൂട്ടും കൊണ്ട്. അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ഇറക്കി വെക്കണം, അതല്ലാതെ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല ബൂട്ടല്ല. പിന്നെ ഒരു കാര്യം പറയാവുന്നത്, ഒരു സ്പോർട്സ് കാർ ആണെങ്കിൽ കൂടെ ഇതിന് വരുന്നത് ഒരു ഫുൾ സൈസ് സ്പെയർ വീലാണ്. സാധാരണ സ്പേസ് സേവറോ അല്ലെങ്കിൽ പഞ്ചർ കിറ്റോ ഒന്നുമല്ല, ഒരു ഫുൾ സൈസ് സ്പെയർ വീലാണ് വരുന്നത്. അതും അലോയ് വീല് തന്നെയാണ്. പിന്നെ ഈ ഭാഗത്തെല്ലാം ഇൻസുലേഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. റിയറിൽ ബൂട്ട് ഷോക്സും കാണാൻ സാധിക്കും. സുബാരുവിൻ്റെ ഒരു വലിയ ലോഗോ കാണാം. സുബാരു എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ BRC എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. റിയർ ഡിസൈനിലാണെങ്കിലും ആ ഒരു ബ്ലാക്ക് എലമെൻ്റ് എല്ലാം നൽകിയിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുണ്ട്. ശരിക്കും ആ ഒരു സിൽവർ ബ്ലാക്ക് എലമെൻ്റ് ആയിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. ആ ഒരു ബ്ലൂവിൽ നമുക്ക് അത്രയ്ക്ക് അറിയാൻ പറ്റില്ല. ഈ ബ്ലൂവിൽ കാണുന്നത് ഒരു സുബാരു BRZ തന്നെയാണ്. പക്ഷേ ഈ ഒരു വാഹനത്തിലാണ് കുറച്ചും കൂടെ അത് ഭംഗിയായിട്ട് എടുത്തറിയാൻ സാധിക്കുക. റിയറിൽ ട്വിൻ എക്സോസ്റ്റ് പൈപ്പുകൾ കാണാം. അത് രണ്ടും ഫംഗ്ഷനിലാണ്, ഡമ്മി ഒന്നല്ല. അതുപോലെ മധ്യഭാഗത്തായിട്ട് ഒരു ഫോഗ് ലാമ്പും 2 റിവേഴ്സ് ലൈറ്റും കാണാൻ സാധിക്കും. ഇതാണ് സുബാരു BRCയുടെ കീ എന്നുള്ളത്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സാധാരണ എല്ലാ സുബാരുവിൻ്റെയും കീ പോലെ തന്നെയാണ് ഇതിൻ്റെയും വരുന്നത്. ലോക്ക് അൺലോക്ക് ബട്ടണാണ് കേട്ടോ ഈ ഒരു ലോഗോ ആയിട്ട് കാണുന്നത്. അതുപോലെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു BRCയുടെ എഞ്ചിൻ റൂം കാണാം. ഇത് ശരിക്കും ടൊയോട്ട സോഴ്സ്ഡ് ആയിട്ടുള്ള ആ ഒരു എഞ്ചിൻ തന്നെയാണ്. ടൊയോട്ട D4S എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കൂടെ കാണാം. ബോക്സർ സുബാരു എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ബോക്സർ എഞ്ചിനാണ്. ഹൊറിസോണ്ടലി ഓപ്പോസിറ്റ് 4 സിലിണ്ടർ 2.4 ലിറ്റർ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ടർബോ അല്ല, നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. നല്ല ഭംഗിയിലുള്ള ഒരു എഞ്ചിൻ റൂം കാണാം. ബോക്സർ എഞ്ചിനാണെങ്കിൽ തന്നെ കാണാൻ നല്ല രസമാണ് കേട്ടോ. സാധാരണ എഞ്ചിനേക്കായും ഒരു വ്യത്യാസമുള്ള എഞ്ചിൻ ആയതുകൊണ്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു വെറൈറ്റി തോന്നുന്നുണ്ട്. എല്ലാം നീറ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു എഞ്ചിൻ റൂമാണ്. അതുപോലെ ബോണറ്റ് ഹുഡിലാണെങ്കിലും ഇൻസുലേഷൻ എല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു BRCയും അതുപോലെ ടൊയോട്ട 86ഉം ശരിക്കും പ്ലാറ്റ്ഫോമും എഞ്ചിനും എല്ലാം ഷെയർ ചെയ്യുന്നത്. നമ്മുടെ മാരുതിയും ടൊയോട്ടയും തമ്മിലുള്ള ടൈപ്പിൽ വരുന്ന വാഹനങ്ങൾ പോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യം. മിക്ക സ്പോർട്സ് കാറിൽ കാണുന്ന പോലെ തന്നെ ഫ്രെയിംലെസ് ഡോറാണ്. ഇത് നമ്മൾ അടച്ചു കഴിയുമ്പോൾ തന്നെ ഗ്ലാസ് കുറച്ച് പൊങ്ങും, കണ്ടോ. തുറന്നു കഴിയുമ്പോൾ കുറച്ച് താഴും. അത് ശരിക്കും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മെക്കാനിസമാണ് അത് ഈ വാഹനത്തിലുണ്ട്. വണ്ടിയുടെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഡോർ പാഡ് നോക്കാം. ഡോർ പാഡിനാണെങ്കിലും അതേ ഒരു ബ്ലാക്ക് എലമെൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സീറ്റിൻ്റെ അതേ മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഈ ഒരു മെറ്റീരിയൽ എല്ലാം ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ആ ഒരു റെഡ് സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നു. പിന്നെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് കൈ പിടിച്ച് അടയ്ക്കാനുള്ള ഒരു പോർഷനാണത്. പിന്നെ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. പവർ വിൻഡോയുടെ സ്വിച്ചസ്, മിറർ കൺട്രോൾസ് കാണാം. നല്ല ഭംഗിയിലുള്ള ഇന്നർ ഡോർ ഹാൻഡിൽ. ഇവിടെയായിട്ട് സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു സംഭവം, ഇത് മാനുവൽ വണ്ടിയാണ്. ക്ലച്ചെല്ലാം കണ്ടോ, അലൂമിനിയം പെഡലാണ്. അതുപോലെ മാനുവൽ ഗിയർ നോബ് കാണാം. എനിക്കും മാനുവൽ ഗിയർ ബോക്സ് ആണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനുള്ളത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അത് നമുക്ക് ഓട്ടോമാറ്റിക്കും എങ്ങനെയുണ്ടെന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് മാനുവൽ ഗിയർ ബോക്സിൻ്റെ ആ ഒരു ഗിയർ നോബ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പൊക്കിയിട്ട് വേണം റിവേഴ്സ് ഇടാൻ. ഇവിടെ 1 2 3 4 5 6, അതായത് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. റിവേഴ്സ് ഫ്രണ്ടിലേക്കാണ്, ഞെക്കിയിട്ട് ഫ്രണ്ടിലേക്ക്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ 2023 BRCയുടെ ഇൻറ്റീരിയർ. ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയറാണ്. നല്ല രസമുണ്ട് കാണാൻ. ഈ ഒരു സ്റ്റിയറിംഗ് വീല് നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രോപ്പർ റൗണ്ട് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടം ഒന്നുമല്ല. അതുപോലെ സുബാരുവിൻ്റെ ഒരു ലോഗോ, അലൂമിനിയം ഇൻസേർട്ടോ അങ്ങനെ ഒന്നുമില്ല, ഫുൾ ബ്ലാക്ക് ആണ്. നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും റെഡ് സ്റ്റിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പോർട്ടി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് സ്റ്റിച്ചസ് ഉണ്ട്. ഭംഗിയിലുള്ള ഒരു ടോഗിൾ സ്വിച്ചസ് സ്റ്റിയറിംഗിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് മോഡൽ വരുമ്പോൾ ഇവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് വരും. അതാണ് ആകെയുള്ളൊരു വ്യത്യാസം. ഇനി നമുക്കിതിൻ്റെ ആ ഒരു ഇഗ്നിഷൻ ഒന്ന് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രസ് ചെയ്യുമ്പോൾ സുബാരു സ്റ്റാർലിംഗ് എന്ന് എഴുതി വരും. ഒന്നും കൂടെ പ്രസ് ചെയ്യുമ്പോഴാണ് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഓൺ ആവുള്ളൂ. അവിടെ BRC എന്നുള്ള ആ ഒരു അനിമേഷനും കാര്യങ്ങളെല്ലാം കാണാം. രസമുണ്ട് കാണാൻ. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ്. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, വാഹനത്തിന് സംബന്ധിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. സെൻട്രൽ കൺസോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പുതുമയൊന്നും അവകാശപ്പെടാനില്ലാത്തൊരു ഡിസൈനാണ്, എങ്കിലും ഭംഗിയുണ്ട് കാണാൻ. ഇതൊരു 8 ഇഞ്ച് വലിപ്പമുള്ള ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേറെയും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, റേഡിയോ ഉണ്ട്. മീഡിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത്, ഐപോഡ്, ഐഫോൺ, USB എല്ലാം കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോൺ കണക്ടിവിറ്റി, ആപ്പ് നോക്കുകയാണെങ്കിൽ പിന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, സെറ്റിങ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സൗണ്ടിൻ്റെ സെറ്റിങ്സ് ഉണ്ട്, ഫോൺ സെറ്റിങ്സ്, അങ്ങനെ റേഡിയോ. കാറിൻ്റെ സെറ്റിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡിമിസ്റ്റർ, ഇൻറ്റീരിയർ ലൈറ്റ്, 1 ടച്ച് ലെയിൻ ചേഞ്ചർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റിയറിംഗ് റെസ്പോൺസീവ്, ഹെഡ് ലാമ്പ് ഉണ്ട്. അതിൻ്റെ എല്ലാ കൺട്രോൾസ് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെയാണ്. അല്ല, നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. താഴെ നമുക്ക് ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ആ ഒരു സ്വിച്ചസ് കാണാം. നമ്മളത് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെല്ലാം ലൈറ്റ് തെളിയും. അതുപോലെ തന്നെ AC ഓണാവും. പിന്നെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ സ്വിച്ച് തന്നെയാണ്.
സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചും അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ കൊടുത്തിട്ടുള്ളത് ഭംഗിയായിട്ടുണ്ട്. ശരിക്കും അതേ ഒരു AC യുടെ നോബ് പോലെ തന്നെയാണ് ഇതും കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ച് നമുക്ക് ഈ ഭാഗത്ത് കാണാം. AC ഓൺ ഓഫ്, AC യുടെ കംപ്രസറിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് കാണാം, മാക്സിമം AC എന്നുള്ള ഓപ്ഷൻ കാണാം, റീസർക്കുലേഷൻ, അതുപോലെ സിങ്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്, മോഡുകൾ സെലക്ട് ചെയ്യാനുള്ളതുണ്ട്, ഡീഫോഗറിൻ്റെ ആ ഒരു സ്വിച്ചസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ആ ഒരു ഗിയർ നോബ്, ഇവിടെ ആ ഒരു റെഡ് സ്റ്റിച്ചസ് എല്ലാം കാണാം. ഈ ഭാഗത്തെല്ലാം ഒരു ബ്രഷ് അലുമിനിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെബിലിറ്റി കൺട്രോളിൻ്റെയും ട്രാക്ഷൻ കൺട്രോളിൻ്റെ എല്ലാം സ്വിച്ചും നമുക്ക് ഒരു സിൽവർ കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊരു ഹീറ്റഡ് സീറ്റാണ്, ഫ്രണ്ട് 2 സീറ്റും ഹീറ്റഡ് സീറ്റാണ്. അതിൻ്റെ കൺട്രോൾസ് നമുക്ക് ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ആംറസ്റ്റ് എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ഏരിയയാണ്. ഇവിടെ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തുറന്നു വരും. 2 കപ്പ് ഹോൾഡർ കാണാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പിടിച്ച് നിൽക്കുക, അത് രണ്ടും കൂടെ അടഞ്ഞു നോക്കോളും. രസമുണ്ടല്ലോ കാണാൻ. ഇതിനകത്ത് തന്നെ നമുക്ക് USB പോർട്ടും ഓക്സിലറി ജാക്കെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലൗ ബോക്സ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്റ്റോറേജ് കാണാം. റൂഫിൽ നമുക്ക് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ SOSൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ സൺവൈസറിൽ ലൈറ്റും വാനിറ്റി മിററും നമുക്ക് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ടെസ്റ്റ് ഡ്രൈവിനുള്ള വണ്ടി വന്നിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് മോഡലാണ്. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം എന്തായാലും. അപ്പോൾ ഞാൻ ഈ BRC ഒന്ന് ഓടിച്ച് നോക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓടിക്കാനായിട്ട് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് കിട്ടിയിട്ടുള്ളത് ഓട്ടോമാറ്റിക് മോഡലാണ്. ഇന്ന് നമ്മുടെ കൂടെ വിജില മാഡം ഉണ്ട്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. WRXൻ്റെ വീഡിയോയിലും നമ്മുടെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്വാഗതം നമ്മുടെ ചാനലിലേക്ക്. ഇന്ന് നമുക്ക് ഈ ഒരു പുതിയ BRCയുടെ വിശേഷങ്ങൾ പറയാം. നമ്മൾ WRXൻ്റെ അന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളൊന്ന് പറയാം. എങ്ങനെയുണ്ട് BRC മാർക്കറ്റിൽ വന്നിട്ട്? BRC മാർക്കറ്റിൽ സെയിൽ വൈസ് ഇറ്റ്സ് റിയലി ഹൈ. കാരണം എന്ന് വെച്ചാൽ ഇത് ടൊയോട്ട സുബാറു ജോയിന്റ് കൊളാബറേഷൻ ആണ്. WRXന്റെ തന്നെ സെയിം എഞ്ചിൻ തന്നെയാണ്, 2.4 ലിറ്റർ FA24 എഞ്ചിനാണ്. പക്ഷെ ഇത് മാത്രമാണ് സുബാറുവിൽ റിയർ വീൽ ഡ്രൈവ് വരുന്നത്. ബാക്കി സെഡാൻ ആണെങ്കിലും SUV ആണെങ്കിലും ഇറ്റ്സ് ഓൾ കംസ് വിത്ത് ഓൾ വീൽ ഡ്രൈവ്. ഈ ഒരു സെക്കൻഡ് ജനറേഷൻ 2022 മുതലാണ് മാർക്കറ്റിൽ വന്നു തുടങ്ങിയത്. സോ the sale is really high. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് the major changes they made is like comparing to previous generation. പുതിയത് വരുന്നത് 2.4 ലിറ്റർ FA24 engine, rear wheel drive with 237 horsepower. Previous generation ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ previous generation 2 ലിറ്റർ ആയിരുന്നു, 200 HP ആയിരുന്നു. അപ്പോൾ 2.4 ലിറ്റർ ആയി. അതേപോലെ തന്നെ ഫീച്ചർ വൈസിലും കുറേ അപ്ഗ്രേഡ്സ് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഓട്ടോമാറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവർ അസിസ്റ്റ് ടെക്നോളജി വന്നിട്ടുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 സ്റ്റീരിയോ ക്യാമറാസ് ഇറ്റ് ഹെൽപ്പ് യു ഫോർ ദ പ്രീ കൊളിഷൻ ബ്രേക്കിംഗ്, ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ്, അഡാപ്റ്റീവ് ക്രൂയിസ്, പിന്നെ റിയർ വെഹിക്കിൾ ഡിറ്റക്ഷൻ. അതായത് നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ ഇഫ് ദർ ഈസ് എനി മൂവിംഗ് ഒബ്ജക്ട് ഇറ്റ് ഗിവ്സ് യു എ വാർണിംഗ്. റിയർ ക്രോസ് ട്രാഫിക് അലർട്ട്. പിന്നെ അതേപോലെ തന്നെ അപ്പാർട്ട് ഫ്രം ദ റിയർ ക്യാമറ ഇറ്റ് കംസ് വിത്ത് ഓട്ടോ റിവേഴ്സ് ബ്രേക്കിംഗ്. When we are taking reverse, if there is any object or anything, we don't do any necessary action, it stop the car. So ആ ഒരു ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം പ്രീവിയസ് ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി എ ബേസിക് വൺ. ഡ്രൈവ് ഒഴിച്ചു മാറ്റി കഴിഞ്ഞാൽ ഈവൺ ഇറ്റ് വാസ് മിസ്സിംഗ് വിത്ത് ദ റിയർ ക്യാമറ. ഫീച്ചേഴ്സ് തീരെ കുറവായിരുന്നു. ഇപ്പം ഓട്ടോമാറ്റിക്കല് it comes with all this driver assist technology. ഇപ്പോൾ ഈ ഒരു ഓട്ടോമാറ്റിക് മോഡലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുവലിനേക്കാൾ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കൂടുതലാണ് അല്ലേ? ഐസൈറ്റ് ക്യാമറ, മാനുവലിലും റിയർ ക്യാമറ ഉണ്ട്, പക്ഷെ ഓട്ടോ റിവേഴ്സ് ബ്രേക്കിംഗ് ഇല്ല. അതേപോലെ ഡ്രൈവർ അസിസ്റ്റ് ടെക്നോളജിയും ഇല്ല. ഇന്റീരിയർ എക്സ്റ്റീരിയർ ഇറ്റ് ലുക്സ് എക്സാക്ട്ലി ദ സെയിം. ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ അഡീഷണലി ഇതിന് പാഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. രണ്ടും 6 സ്പീഡ് തന്നെയാണ്. ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും 6 സ്പീഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ജനറേഷനൊക്കെ കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പോൾ റൈഡിങ് ആണെങ്കിലും എല്ലാം സ്മൂത്ത് ആയിട്ടുണ്ട്. റോഡ് നോയ്സ് കുറഞ്ഞിട്ടുണ്ട്. അതെ, NVS ലെവലെല്ലാം നന്നായിട്ടുണ്ട്. നേരത്തെ ആ ഒരു ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ മച്ച് ബെറ്റർ ആണ് ഇപ്പോൾ ഓടിക്കാനുള്ള വണ്ടി. ഈവൻ റെസ്പോൺസ് ആണെങ്കിലും മെയിൻ ആയിട്ടുള്ള ഒരു പവർ ലാഗ് ആയിരുന്നു പ്രീവിയസ് ജനറേഷനിൽ. ഈവൻ ദോ ഇറ്റ് ഹാവ് ഇനഫ് പവർ ബട്ട് സ്റ്റിൽ ലൈക്ക് കസ്റ്റമർ വാസ് മിസ്സിംഗ് സംതിങ്. പുതിയതില് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്വിക്കർ റെസ്പോൺസ് നമുക്ക് ഫീൽ ചെയ്യാം. ദിസ് ഇസ് ദ ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ്. പിന്നെ ഈ അഡാപ്റ്റീവ് ക്രൂയിസ് അതൊക്കെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. ഈവൻ ദോ ഇറ്റ്സ് എ സ്പോർട്ട് കാർ, നമ്മളെ ഡെയിലി നെസസിറ്റിക്ക് കുറച്ചും കൂടി മാച്ചപ്പ് ചെയ്യുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനിപ്പോൾ ടോപ്പ് സ്പീഡ് പറഞ്ഞത് 216 അല്ലേ? 237 ഹോഴ്സ് പവർ, ടോപ്പ് സ്പീഡ് 260. ഓട്ടോമാറ്റിക്കിൽ 216, മാനുവലിൽ വരുമ്പോൾ 226 പറയുന്നുണ്ടല്ലോ. ചെറിയൊരു വ്യത്യാസം അതിന് തന്നെ പറയുന്നുണ്ട് ടോപ്പ് സ്പീഡ്. മാനുവലിൽ നമ്മൾ വി ആർ ദ വൺ പുഷിംഗ് ഇൻടു ഇറ്റ്സ് ലിമിറ്റ്.
പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഇതിന്റെ മാനുവൽ മോഡൽ മോഡലാണ്. ഏറ്റവും ഹൈ ഡിമാൻഡ് എപ്പോഴും പോണത് മാനുവൽ തന്നെയാണ്. സെയിൽ കൂടുതൽ അത് തന്നെയാണ്. കാരണം സ്പെഷ്യലി സുബാറുയുടെ നോക്കി കഴിഞ്ഞാല് എല്ലാരും എടുക്കുന്ന മെയിൻ ആയിട്ടുള്ള ഇതെന്ന് വെച്ചാൽ മോഡിഫിക്കേഷൻ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. സോ സ്പോർട്ട് കാർ ഏതായാലും മാനുവൽ ഈസ് ഓൾവേസ് ഫസ്റ്റ് ചോയ്സ്. അതെ. ഇനി ഇത് നമ്മുടെ പ്രീവിയസ് ജനറേഷൻ BRCയിൽ വലിയ സ്പോയിലർ എല്ലാം വെച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ വാഹനത്തിൽ അങ്ങനെ കസ്റ്റമൈസേഷന്റെ ഓപ്ഷൻ എന്തെങ്കിലും കമ്പനി കസ്റ്റമൈസേഷന്റെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആക്സസറീസ് വരുന്നുണ്ട്. ഈവൻ ഫ്രം US റീജിയനും ജപ്പാനിനും നമ്മൾ ആക്സസറീസ് കൊണ്ടുവരുന്നുണ്ട്. അതായത് ലിപ് സ്പോയിലർ, പിന്നെ ബിഗർ സ്പോയിലർ, മറ്റേ STI ടൈപ്പ് പുതിയ ജനറേഷനിൽ മാച്ച് ആയിട്ട് ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ ലിപ് സ്പോയിലർ കൂടുതൽ പോകുന്നുണ്ട്. പിന്നെ അണ്ടർ സ്കേർട്ടിങ്സ് പോകുന്നുണ്ട് കൂടുതൽ. ഇലുമിനേഷൻ ലൈറ്റ്, വെൽക്കം ലൈറ്റ്, അങ്ങനെയുള്ള ആ അക്സസറീസിന്റെ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. കാരണം ആ ഒരു ഡിസൈനും നമുക്ക് അതിനനുസരിച്ചിട്ട് തന്നെയാണ് പുതിയ ജനറേഷനിൽ വരുന്നത്. പഴയ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ പുതിയ ജനറേഷൻ കുറച്ചും കൂടി അഗ്രസീവ്, അതേപോലെ ആ ഒരു ലക്ഷറി, അങ്ങനെ എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ. ഇപ്പോൾ ഈ വാഹനത്തിന്റെ, അതായത് ഓട്ടോമാറ്റിക്കിന്റെ മാനുവലിന്റെ തമ്മിലുള്ള പ്രൈസിംഗിൽ എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത്? പ്രൈസിംഗ് വരുന്നത് 10,000 ഡിഫറൻസ് ആണ്. മാനുവൽ 2023 പോണത് 130,000ഉം ഓട്ടോമാറ്റിക് 140 ആണ്. അതില് ഫീച്ചർ കമ്പാരിസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് ഓൺലി ദി ഐസൈറ്റ് ഫീച്ചേഴ്സ് മാത്രമാണ് ഡിഫറെന്റ്. ഈ ഒരു ഡ്രൈവർ അസിസ്റ്റ് ടെക്നോളജി, റെസ്റ്റ് എവറിത്തിങ് ഇറ്റ്സ് ദ സെയിം. ഇന്റീരിയർ ആണേലും എക്സ്റ്റീരിയർ ആണേലും ഇറ്റ്സ് എക്സാക്ട്ലി ദ സെയിം. പിന്നെ മെയിൻ വ്യത്യാസം ഉള്ളത് ആ ഒരു ട്രാൻസ്മിഷൻ തന്നെയാണ്. ട്രാൻസ്മിഷന്റെ ആ ഒരു ഇത്. പിന്നെ ചിലരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഓൾവേസ് ഇറ്റ്സ് ഓട്ടോമാറ്റിക്. നമ്മളിപ്പോൾ ഒരു പ്രൈമറി വെഹിക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, ഡെയിലി യൂസേജ് ഒക്കെ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്, ദുബായ് ലൈഫിൽ ഓട്ടോമാറ്റിക് ഈസ് ഓൾവേസ് ദ ഫസ്റ്റ് പ്രിഫറൻസ്. പിന്നെ ഒബ്വിയസ്ലി മലയാളികൾ ചോദിക്കുന്ന ചോദ്യം, എത്ര മൈലേജ് കിട്ടും? സ്പോർട്സ് കാറിന്റെ മൈലേജ് വെച്ചിട്ട് സത്യം സ്പോർട്സ് കാറിന്റെ മൈലേജ് ചോദിക്കാതിരിക്കുന്നത് നല്ലത്. ബട്ട് സ്റ്റിൽ ലൈക്ക് സി കമ്പനി പറയുന്നത് 13.5 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. പക്ഷെ എപ്പോഴും നമ്മൾ അതിലൊരു 2 കുറയ്ക്കണ നല്ലത് റിയാലിറ്റി നോക്കി കഴിഞ്ഞാൽ. സോ ആവറേജ് യു ക്യാൻ ഗെറ്റ് ഫോർ ഷുവർ 11 to 12 ആ ഒരു നിയർ ബൈ കിലോമീറ്റർ പെർ ലിറ്ററിൽ യു വിൽ ഗെറ്റ് ദ മൈലേജ്. എന്നാലും ഒരു സ്പോർട്സ് കാറിന് ഒരു 10 കിലോമീറ്റർ മൈലേജ് കിട്ടാന്ന് പറഞ്ഞാലും നല്ലൊരു ഇതാണ്. ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് എ 1+3 സീറ്റർ. പക്ഷെ ഐഡിയലി നോക്കി കഴിഞ്ഞാൽ 3 people can sit, like including the driver, 1 person behind the passenger. It's practical. കാരണം നമുക്ക് enough leg room ഫ്രണ്ടിൽ വരുന്നുണ്ട്. So we can put 1 person also behind the passenger, but like behind the driver it's not a practical option except the child seat. എന്നാലും ഇതിന്റെ പിന്നിലാണെങ്കിൽ ഐസോഫിക്സ് എല്ലാം വരുന്നുണ്ട്. ഐസോഫിക്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് കുട്ടികൾക്ക് പറയാം, ഹെഡ് റെസ്റ്റ് പോലും ഇല്ല. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ പറഞ്ഞായിരിക്കും നല്ലത്. ഞാൻ ഇപ്പോൾ സ്പോർട്ട് മോഡലാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പൊ ഞാൻ കാല് കൊടുക്കുമ്പോൾ ശരിക്കും എന്തൊക്കെയോ പിന്നെ ബാക്കി പോലെയാണ്. ശരിക്കും അവിടെ കുതിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പോലെയാണ് വണ്ടി നിൽക്കുന്നത്. നമ്മൾ ആ ഒരു എക്കണോമിക് മോഡിൽ പോയ പോലെ അല്ല. ശരിക്കും സ്പോർട്ട് മോഡ് എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ഫുൾ കംപ്ലീറ്റ് ആ ഒരു ക്യാരക്ടറെ മാറിയ പോലെയാണ്. നല്ല രസമാണ് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ. അതുപോലെ തന്നെ പ്രീവിയസ് ജനറേഷൻ മോഡലിൽ നിന്ന് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള വ്യത്യാസം ഈ വാഹനത്തിലുണ്ട്. ഡ്രൈവബിലിറ്റിയിലാണെങ്കിലും അതുപോലെ തന്നെ NVS ലെവലിലാണെങ്കിലും നല്ല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ അതിലൊരു ഹൈ സ്പീഡിൽ പോവുകയാണെങ്കിലും നല്ല സ്റ്റേബിളായിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഹൈ സ്പീഡ്, ടോപ്പ് സ്പീഡ് വരുന്നത് 226 ആണ്. അപ്പോൾ ഏകദേശം എന്തായാലും ഒരു 180-190 പോയാൽ പോലും വണ്ടിയിൽ യാതൊരു കുലുക്കം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഓടിക്കുകയാണെങ്കിൽ ഒരു 120-130 വരെ ഓടിച്ചെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ ഓടിക്കാൻ പറ്റി. ഒരു വൈബ്രേഷനോ അല്ലെങ്കിൽ ആ ഒരു ചെറിയ വണ്ടിയാണ്, കാറ്റ് പിടിക്കുന്ന പോലെ ഫീൽ അങ്ങനെ ഒന്നുമില്ലാതെ നല്ല സ്റ്റേബിളായിട്ട് തന്നെ വണ്ടി പോകുന്നുണ്ട്. പഴയ ജനറേഷൻ എന്ന് ശരിക്കും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. അതാണ് ശരിക്കും എടുത്ത് പറയേണ്ടത്. എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഡിഫറൻസ് അത് തന്നെയാണ്. പഴയ ജനറേഷൻ കുറച്ചും കൂടെ ഒരു റഫ് കൈൻഡ് ഓഫ് ഫീൽ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചൊരു സ്മൂത്ത് ഫീലിംഗ് ആയിട്ടുണ്ട്. അതുപോലെ ബാക്കി ഫീച്ചേഴ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റഡ് ഫേസ് ലിഫ്റ്റഡ് മോഡലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ് അസ്. അപ്പോൾ ഇനി അടുത്ത വണ്ടി ടെസ്റ്റ് ഡ്രൈവിനായിട്ട് വരുമ്പോൾ വിളിക്കുക, ഞാൻ വരാം. അടുത്ത് നമുക്കൊരു SUV ചെയ്യാം. അതെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സുബാരു BRC ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്തന്നെ നമുക്ക് മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷം വീണ്ടും കാണാം. ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.